നമസ്കാരം, CNTV ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ആലങ്കോട് പഞ്ചായത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഈ പഞ്ചായത്ത് ഭരണ സമിതി അധികാരത്തിൽ വന്ന മുതലേ പഞ്ചായത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന CPM-ന്റെ മെമ്പർമാർ തമ്മിൽ തല്ലുന്നത് പതിവാണ്. അവിടെ വെള്ളിയാഴ്ച അവിടെ ഉണ്ടായത്, അവിടെ ഭരണസമിതി യോഗം നടക്കുമ്പോൾ കാളാച്ചാലിൽ നിന്നുള്ള ഒരു കക്ഷി അയാളുടെ കിണറിന്റെ അടുത്ത്, അയാളിന്റെ കുടിവെള്ള സോഴ്സായ കിണറിന്റെ അടുത്ത് ബാത്റൂമിന്റെ സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചതുമായി പരാതിയുമായി പഞ്ചായത്തിൽ വന്നു. അത് പലതവണ അയാൾ പഞ്ചായത്തിൽ വന്നതാണ്. ആ പഞ്ചായത്തിൽ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായി ബോർഡ് ഭരണസമിതി നടക്കുമ്പോൾ തൊട്ടടുത്ത മെമ്പറും ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു UDF-ന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായതുകൊണ്ട് തന്നെ അവിടുത്തെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന് നമുക്ക് അവിടുത്തെ 2ാം വാർഡ് മെമ്പർ അഷ്റഫ്, അത് പ്രസിഡന്റിന്റെയും അതേപോലെ തന്നെ അവിടുത്തെ സെക്രട്ടറിയുടെയും അവിടെ 1ാം വാർഡിലെ മെമ്പറുടെ ഒക്കെ മുമ്പിൽ ആ കാര്യങ്ങൾ സംസാരിച്ച് അതൊരു ന്യായമായ അവകാശമാണ് എന്ന് പറഞ്ഞ് അതിന് അടിയന്തര തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവിടുന്ന് താഴെ ഇറങ്ങിയതാണ്. പഞ്ചായത്ത് ഓഫീസിന്റെ ബിൽഡിങ്ങിന്റെ മോളിൽ നിന്നും മീറ്റിംഗും കഴിഞ്ഞ് താഴെ ഇറങ്ങിയത് കൊണ്ട് അവിടെ വന്ന് ഈ പഞ്ചായത്ത് മെമ്പറെ ആദ്യം കയ്യേറ്റം ചെയ്തു. അതിനുശേഷം ഈ പരാതി കൊടുക്കാൻ വന്ന അയാളും അയാളുടെ മകനെയും വളരെ മോശമായ രീതിയിൽ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളാണ് അവിടെ പഞ്ചായത്തിൽ ഉണ്ടായത്. പഞ്ചായത്തിൽ ഞങ്ങളിത് അറിയാം. ഇന്ന് ഈ മീറ്റിംഗ് തുടങ്ങുന്ന രാവിലെ തന്നെ ഈ മെമ്പർ പ്രസിഡന്റുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മെമ്പർമാർ അവിടുന്ന് ഇറങ്ങിപ്പോരാൻ വേണ്ടി, ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചതാ. പക്ഷെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മര്യാദ എന്ന് പാലിച്ചുകൊണ്ട് ഇവര് അടികൂടുന്നതിന്നും അവരുടെ ഭരണ തീരുമാനങ്ങൾ എടുക്കേണ്ട യോഗത്തിൽ നിന്നും ബഹിഷ്കരിച്ച് പോരണ്ട എന്ന് തീരുമാനിച്ച് അവിടെ ഇരുന്നത് സഹിച്ചവരാണ്. ഇവിടെ ആ സംഭവം ഉണ്ടായിട്ട് ഇത് അറിഞ്ഞു. ഞങ്ങളുടെ മെമ്പറെ അഡ്മിറ്റ് ചെയ്തു, പരാതി കിട്ടിയ ആളുകളെ അഡ്മിറ്റ് ചെയ്തു. ഇന്നലെ ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധം നടത്തി. ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു നാദനിലേക്ക് കളരിയ സെക്രട്ടറി ഉച്ചക്ക് സ്ഥലം വിട്ടു. കാരണം ഇത് പ്രതിഷേധം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാ. ഭരണസമിതിയുടെ ആരും അവിടെ കണ്ടില്ല, ഒരാളും കണ്ടില്ല. ഞങ്ങള് അവിടെ സമരമായി പോയപ്പോ പോലീസ് ഇടപെട്ട്. പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? പോലീസ് ആരോട് പറയുന്നു? പോലീസിന് അറിയാത്ത സാഹചര്യങ്ങൾ പോലീസിന്റെ മേൽഭാഗത്തേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളും. അവസാനം ഞങ്ങള് അവിടുത്തെ ജീവനക്കാരോടൊന്നും എതിരല്ല. അവിടെ ജീവനക്കാർക്ക് ഇതേപോലെ അനുഭവം ഈ മെമ്പറിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ജീവനക്കാരെ പൂട്ടിയിടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് പോലീസ് വന്നിട്ടൊന്നും ഒഴിവാക്കിയിട്ടില്ല. അന്ന് CPM-കാര് വന്നിട്ടാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഈ മെമ്പർ തന്നെ ഉദ്യോഗസ്ഥന്മാരെ പൂട്ടിയിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ഞങ്ങള് ഉദ്യോഗസ്ഥന്മാരോടുള്ള ഒരു പ്രതിഷേധമല്ല, ഞങ്ങളുടെ പ്രതിഷേധം പിന്നെ ആരോടറിയിക്കും? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങൾ സമീപിച്ചില്ല. അതിനുശേഷമാണ് ഇവിടെ പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് അവിടെ ഞങ്ങളെ മാറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. UDF-ന്റെ പ്രവർത്തകരെ, വനിതകൾ അടക്കുന്ന ആളുകൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സമയത്ത് ഞങ്ങളതിനെ അവരുടെ നിയമം നടപ്പാക്കുന്നതിന് ഞങ്ങളെതിരല്ല. പക്ഷേ അതിനുശേഷമാണ് ഡെപ്യൂട്ടി ഡയറക്ടറെ, ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാഷ് ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ, പഞ്ചായത്തിന്റെ അധികാരി, ജില്ലാ അധികാരി അഷ്റഫ് കോക്കൂരിനെ വിളിച്ചിട്ട് തിങ്കളാഴ്ചകൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. രാത്രി വേറെ വൈകിയാണത് ആ ഒരു പരിഹാരം വൈകുന്നേരം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് വിശദമായ UDF-ന്റെ യോഗം, ആലങ്കോട് പഞ്ചായത്തിലെ പ്രധാന പ്രവർത്തകരുടെ യോഗം അടിയന്തരമായിട്ട് കൂടിയിരിക്കുകയാണ്. ഞങ്ങളൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക്, ഒരു ജില്ലാതല ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നു. ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികളോ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയോ പഞ്ചായത്ത് സ്റ്റാഫോ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ്. അതുകൊണ്ട് ആ ജില്ലാ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നു. ഞങ്ങൾ തിങ്കളാഴ്ച അതിന് വെയിറ്റ് ചെയ്തിട്ട് എന്താണ് ഞങ്ങൾ അവരുടെ തീരുമാനം എന്നുള്ളത് പോലീസിന്റെയും തീരുമാനം. പോലീസ് കേസെടുക്കേണ്ട കാര്യം പോലീസ് ഇട്ടിട്ടുണ്ട്. പോലീസ് ഹോസ്പിറ്റലിൽ വന്ന് മൊഴിയെടുക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പോലീസ് അതിന്റെ രീതിയിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഒരു മെമ്പറെ ആ രീതിയിൽ തന്നെ കേസെടുക്കാൻ സംവിധാനങ്ങൾ പോലീസ് ചെയ്യണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതേപോലെ ഇന്ന് ഞായറാഴ്ച, നാളെ തിങ്കളാഴ്ച നടക്കുന്ന ഈ സമര പരിപാടി ചർച്ചയിൽ എന്താണ് അതിന്റെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിന് ശക്തമായ സമരം ഇന്ന് തന്നെ ഇവിടെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആലങ്കോട് പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കേൾവി പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടുത്തെ ഭരണസമിതിയിൽപ്പെട്ട അംഗങ്ങളും അവിടെ നിരന്തരം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഭരണസമിതി അംഗങ്ങൾക്ക് തന്നെ അവിടെ ധൈര്യമായി കടന്നു ചെല്ലാനോ അഭിപ്രായങ്ങൾ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പല മെമ്പർമാരും CPM-ന്റെ മെമ്പർമാരും അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
ഇതുവരെ അവർ തമ്മിലുള്ള കയ്യാങ്കളിയും കസാരയുടെയും ഒക്കെ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോ പുറത്തുനിന്നുള്ള ഈ പ്രദേശവാസികളായ ഈ ആലക്കോട് പഞ്ചായത്തിലെ ആളുകൾക്ക് ഒരു പരാതിയുമായി പഞ്ചായത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി വളരെ ഗൗരവമായിട്ടുള്ള സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പഞ്ചായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മെമ്പർ എന്ന രീതിയിൽ UDF മെമ്പർമാർ അത്തരം വിഷയങ്ങൾ ഇടപെടുമ്പോൾ അവരെ കൂടി കയ്യേറ്റം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വഷളായിട്ടുണ്ട്. നാളെ ഒരു പരാതിയുമായി ഈ പഞ്ചായത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തകന് അതല്ലെങ്കിൽ പിന്നെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് അവിടേക്ക് ധൈര്യപൂർവ്വം കടന്നു ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. ആണുങ്ങളായിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർക്ക് എതിരെ പോലും അവര് ഇത്തരത്തിലുള്ള കയ്യാങ്കളിക്ക് മുതിരുമ്പോൾ ഞങ്ങൾക്ക് UDF LDF ഇവിടെ വനിതാ മെമ്പർമാരുണ്ട്. അവരും വളരെ ഭയാശങ്കയിലാണ് ഇപ്പൊ കഴിയുന്നത്. കാരണം ഇത്തരം ആളുകളെ പഞ്ചായത്തിലേക്ക് പിന്നെ അവർ മെമ്പർമാരെ അയച്ചിട്ട് അവർക്കിടയിൽ എന്തെങ്കിലും ചർച്ചകൾ നടത്താനോ പഞ്ചായത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ മറ്റു ജനങ്ങളുടെ വിഷയങ്ങളോ അവിടെ ഉദ്ധരിച്ച് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം, ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുമ്പോൾ പുരുഷന്മാർക്കെതിരെ പോലും അങ്ങനെ ഉണ്ടാകുമ്പോൾ വനിതാ മെമ്പർമാർ വളരെ വലിയ ആശങ്കയിലാണ് അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ശക്തമായ നടപടി ഇതിനകത്ത് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങള് കഴിഞ്ഞ ദിവസം അവിടെ ഉപരോധം നടത്തി. ഇവിടെ യൂസഫലിക്ക് സൂചിപ്പിച്ചതുപോലെ ആ ഉപരോധത്തിന്റെ ഭാഗമായി ഈ പ്രക്ഷോഭകർക്ക് അല്ലെങ്കിൽ ഈ സമരം നയിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും അവിടെ ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഞങ്ങളെ ബന്ധപ്പെട്ട നേതാക്കള് DD പിന്നെ വിളിച്ചതും അവര് തന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ സമരം അവസാനിപ്പിച്ച് പോരുകയും ചെയ്യാനുണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തിങ്കളാഴ്ച നിർബന്ധമായും അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഉറപ്പ് ഞങ്ങള് മാനിക്കുകയാണ്. അങ്ങനെ ഒരു നടപടിയിലേക്ക് ഒരു കടന്നിട്ട് തീർച്ചയായും ചൊവ്വാഴ്ച പഞ്ചായത്ത് തുറക്കാൻ പറ്റാത്ത രീതിയിൽ UDF സമരപടമ്പാർ ആ പഞ്ചായത്ത് വളയുകയും രാവിലെ 8:30 മണിക്ക് തന്നെ പഞ്ചായത്ത് വളഞ്ഞുകൊണ്ട് ഇതിന് തീർപ്പ് കൽപ്പിക്കുന്നതുവരെ ബന്ധപ്പെട്ട മെമ്പർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ ആ സമരവുമായി പഞ്ചായത്ത് UDF കമ്മിറ്റി മുമ്പോട്ട് പോകുന്നു ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും CNTV ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക.